ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോണത് നമ്മുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ലെ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് കോൺക്രീറ്റ് ആണ്. നമ്മളെല്ലാവരും കോൺക്രീറ്റ് എന്താണെന്ന് എന്തായാലും കേട്ടിട്ടുണ്ടാവും. സോ ഡെഫിനേഷനും കാര്യങ്ങളിലേക്ക് പോവാം. കോൺക്രീറ്റ് ഈസ് എ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കമ്പോസ്ഡ് ഓഫ് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് and coarse aggregate mixed with water which hardens with time. അതായത് എന്തൊക്കെയാണ് മിക്സിങ്ങിൽ വരുന്നത്? സിമൻ്റ് ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് സാൻഡ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ കോഴ്സ് അഗ്രിഗേറ്റും പിന്നെ വാട്ടറും കൂടിയിട്ടുള്ള ആ ഒരു മിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺക്രീറ്റ് എന്ന് പറയുന്നത്. കോൺക്രീറ്റിൽ സിമൻ്റായിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്നത് പോർട്ട്ലാൻഡ് സിമൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യണത്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തിൻ്റെ വർക്ക്? ഫൗണ്ടേഷൻ, കോളംസ്, ബീംസ്, സ്ലാബ്സ്, അതുപോലെ തന്നെ അതർ ലോഡ് ബെയറിംഗ് എലമെൻസിന് വേണ്ടിയിട്ടും കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈൻഡിങ് മെറ്റീരിയൽ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിമൻറ്റ് അല്ലാണ്ട് തന്നെ യൂസ് ചെയ്യുന്നത് ലൈമാണ്. പിന്നെ അതുപോലെ തന്നെ ബിറ്റുമിൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. റോഡ് കൺസ്ട്രക്ഷൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിറ്റുമിനാണ് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യണത്. നെക്സ്റ്റ്, വേരിയസ് ടൈപ്സ് ഓഫ് സിമൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ കോൺക്രീറ്റ് വർക്ക്സ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് അപ്ലിക്കേഷൻസ്. പറഞ്ഞു, പോർട്ട്ലാൻഡ് സിമൻറ്റ് ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മാനുഫാക്ചറാണ്, അതായത് കോൺക്രീറ്റിൻ്റെ മാനുഫാക്ചർ പ്രോസസ്സാണ് നെക്സ്റ്റ് നോക്കുന്നത്. അതിൽ 7 പ്രോസസ്സ് വരുന്നുണ്ട്. ഫസ്റ്റ്, പ്രൊപ്പോർഷനിങ് ഓഫ് കോൺക്രീറ്റ്, ബാച്ചിങ് ഓഫ് മെറ്റീരിയൽസ്, മിക്സിങ് ഓഫ് കോൺക്രീറ്റ്, conveyance of concrete, placing of concrete, compaction of concrete, curing of concrete. സോ ഫസ്റ്റ് വൺ, പ്രൊപ്പോർഷനിങ് ഓഫ് കോൺക്രീറ്റ്. അതായത് നമ്മുടെ എന്തൊക്കെ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, അതുപോലെ തന്നെ സിമൻറ്റ് എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കും. കറക്റ്റ് പ്രൊപ്പോർഷൻ ചെയ്ത് വയ്ക്കും. അതായത് നമ്മൾ റേഷ്യോ കണക്കൊക്കെ പറയില്ലേ, അതുപോലെ എടുത്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൊപ്പോർഷനിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു മിക്സാണ്. സോ വോയിഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ കോൺക്രീറ്റ് ഈസ് ഫോംഡ് ബൈ സക്സസീവ് ഫില്ലിംഗ് ഓഫ് വോയിഡ്സ്. അതായത് അഗ്രിഗേറ്റ്സിൻ്റെ വോയിഡ്സ് ഫില്ല് ചെയ്യാൻ നമ്മൾ സാൻഡ് യൂസ് ചെയ്യും. ഇനി സാൻഡിൻ്റെ വോയിഡ്സ്, അതും കൂടിയുള്ള വോയിഡ്സ് നമ്മൾ സിമൻറ്റ് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് ആ വോയിഡ്സ് കളയും. അതുപോലെ തന്നെ സിമൻറ്റിൻ്റെയും കളയാൻ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ യൂസ് ചെയ്യും. നെക്സ്റ്റ്, സെക്കൻഡ് പ്രോസസ്സ് വരുന്നത് ബാച്ചിങ് ആണ്. ബാച്ചിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് അതുപോലെ കറക്റ്റ് ഡിസൈഡ് പ്രൊപ്പോർഷനിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമൻറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് ഒക്കെ കറക്റ്റ് ഇതിൽ മെഷർ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ പ്രോസസ്സ് മെഷർ ചെയ്തെടുക്കുന്നതിനെയാണ് ബാച്ചിങ് എന്ന് പറയുന്നത്. ബാച്ചിങ് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. വെയ്റ്റ് ബാച്ചിങ്ങും ഉണ്ട്, വോളിയം ബാച്ചിങ് ഉണ്ട്. വെയ്റ്റ് ബാച്ചിങ്ങിൽ എന്താ ചെയ്യണത്? ഇൻ ദിസ് മെത്തേഡ് ഓൾ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് ആർ ഡയറക്റ്റ്ലി വെയ്റ്റഡ് ഇൻ കിലോഗ്രാംസ്. നമുക്കറിയാം, കോൺക്രീറ്റിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് കിലോഗ്രാംസിലാക്കിയിട്ട്. നമുക്കറിയാം, ഒരു ബാഗ് സിമൻ്റ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ വെയിറ്റ് 50 kg ആണ്. സോ 20 ബാഗ്സ് ആണ് നമ്മൾ 1 ton സിമൻറ്റിന് വേണ്ടി ആവശ്യം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനൊക്കെ വെയ്റ്റ് ബാച്ചിങ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇതെന്താണ്? ഒരു സ്ലോ പ്രോസസ്സാണ്. സെക്കൻഡ് വരുന്നത് വോളിയം ബാച്ചിങ് ആണ്. ഇൻ ദിസ് മെത്തേഡ് 2 units ഓഫ് മെഷർമെൻറ്റ്സ് ആർ എംപ്ലോയിഡ്. 2 units ആണ് എടുക്കുന്നത്. ലിക്വിഡ്സ് എന്തിലാണ് മെഷർ ചെയ്യണത്? ലിറ്റേഴ്സിലും. അതുപോലെ തന്നെ സോളിഡ്സ് മെഷർ ചെയ്യണത് ക്യൂബിക് മീറ്റേഴ്സിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് വാട്ടർ, സിമൻറ്റ്, സാൻഡ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ലിറ്റേഴ്സിൽ മെഷർ ചെയ്യും. എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് എന്തിലാണ് മെഷർ ചെയ്യുകയെന്ന് വെച്ചാൽ ക്യൂബിക് മീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുക. വോളിയം ബാച്ചിങ്, അതർ ക്വാണ്ടിറ്റീസ് ആർ മെഷേർഡ് കീപ്പിംഗ് സിമൻറ്റ് ആസ് എ ബേസ്. സിമൻ്റാണ് നമ്മൾ ബേസാക്കി എടുക്കുന്നത്. നമ്മൾ കുറേറ്റ് ബാച്ചിങ്ങിന് നമ്മൾ കൂടുതലും വോളിയം ബാച്ചിങ് ആണ് യൂസ് ചെയ്യാറുള്ളത്. തേർഡ്, മിക്സിങ് ഓഫ് കോൺക്രീറ്റ് ആണ്. മിക്സിങ് ഓഫ് കോൺക്രീറ്റിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ത് ചെയ്യുക? കറക്റ്റ് പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് അത് എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് മിക്സും ചെയ്യുന്നുണ്ട് ഓർ മെഷീൻ മിക്സും ചെയ്യുന്നുണ്ട്. നമ്മൾ
മിക്സ് ചെയ്യുമ്പോൾ എന്തിനാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് കറക്റ്റ് പ്രൊപ്പോർഷനിലും നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടും നമുക്ക് കോൺക്രീറ്റ് കിട്ടാൻ, അതുപോലെ തന്നെ യൂണിഫോം കളർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ മിക്സിങ് ചെയ്യുന്നത്. ഓൺ എ ക്ലീൻ ഹാർഡ് ആൻഡ് വാട്ടർ ടൈപ്പ് പ്ലാറ്റ്ഫോം സിമെൻറ്റ് ആൻഡ് സാൻഡ് ആർ മിക്സഡ് ഡ്രൈ യൂസിങ് ഷവൽ അണ്ടിൽ ദ മിക്സ്ചർ ഷോസ് എ യൂണിഫോം കളർ. ആദ്യം എടുക്കുന്നത് സിമൻറ്റും പിന്നെ സാൻഡും കറക്റ്റ് പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് ഡ്രൈ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ യൂണിഫോം പ്രൊപ്പോർഷനായിട്ട് ഒരു കളറ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മൾ അഗ്രിഗേറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തറോലി മിക്സ് ചെയ്യും. ദെൻ നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോയുടെ ബേസിസിൽ വാട്ടർ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ലാസ്റ്റാണ് നമ്മളൊരു സെൻട്രൽ പോർഷനിലായിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണത്. അപ്പോൾ ഹാൻഡ് മിക്സിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ഓർ ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് മെഷീൻ. നമ്മൾ ചെറിയ ചെറിയ വർക്ക്സിനൊക്കെയാണ് ഹാൻഡ് മിക്സിങ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമുക്ക് മെഷീൻ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിലും നമ്മൾ ഹാൻഡ് മിക്സിങ് ചെയ്യും. പക്ഷേ മിക്സിങ് ബൈ മെഷീനാണ് നമ്മൾ കൂടുതലും വലിയ വലിയ ഹെവി വർക്ക്സിനൊക്കെ പ്രിഫർ ചെയ്തെടുക്കാറുള്ളത്. മെഷീൻ മിക്സ് ഇപ്പോൾ കോൺക്രീറ്റ് മിക്സ്ചേഴ്സ് ആർ യൂസ്ഡ് ഫോർ മിക്സിങ് കോൺക്രീറ്റ് ആർ ഓഫ് 2 ടൈപ്സ്. കണ്ടിന്യൂസ് മിക്സേഴ്സും ഉണ്ട്, ബാച്ച് മിക്സേഴ്സും ഉണ്ട്. സോ കണ്ടിന്യൂസ് മിക്സേഴ്സ് എന്താണെന്ന് നോക്കാം. കണ്ടിന്യൂസ് മിക്സേഴ്സ് ആർ യൂസ്ഡ് ഫോർ പർപ്പസസ് വെൻ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ആർ നീഡഡ്. അതായത് ഡാം, ബ്രിഡ്ജസ് അതുപോലത്തെ കൺസ്ട്രക്ഷൻ വർക്ക്സിൽ. അപ്പോൾ അവിടെ നമുക്കറിയാം ഓൾറെഡി കോൺക്രീറ്റിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ സോ അങ്ങനത്തെ കേസിലാണ് കണ്ടിന്യൂസ് മിക്സ്ചേഴ്സിൻ്റെ യൂസ് വരുന്നത്. ഇനി ബാച്ച് മിക്സ്ചേഴ്സ് അതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഡ്രം മിക്സ്ചേഴ്സ്. അതിലെന്തുണ്ടാവും, ഒരു ഡ്രം ഉണ്ടാവും കണക്റ്റഡ് വിത്ത് ബ്ലേഡ്സ് ഓർ ബാഫിൾസ്. പിന്നെ അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ഹാസ് അറ്റൈൻ ദ ഡിസൈർ ക്വാണ്ടിറ്റി, ദ മിക്സ് ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം ദ ഡ്രം ആൻഡ് കൺവേർട്ട് ടു ദ കോൺക്രീറ്റ് യാർഡ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്തത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ബാച്ച് മിക്സ്ചേഴ്സിൽ. സോ നെക്സ്റ്റ് കൺവെയൻസ് ഓഫ് കോൺക്രീറ്റ്. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് സൈറ്റിൽ തന്നെ, അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. സോ ദ മിക്സഡ് കോൺക്രീറ്റ് ഷുഡ് ബി കൺവേർഡ് ടു ദ കോൺക്രീറ്റ് യാർഡ് ആസ് ഏർലി ആസ് പോസിബിൾ ബട്ട് വിത്തിൻ ദ ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് ദ സിമൻറ്റ്. നമുക്കറിയാം ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സൈറ്റിൽ നമ്മുടെ കോൺക്രീറ്റ് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ദ ചോയ്സ് ഓഫ് കൺവെയൻസ് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. നാച്ചർ ഓഫ് വർക്ക്, ഡിസ്റ്റൻസ് ഫ്രം ദ മിക്സിംഗ് പ്ലേസ് ടു കൺസ്ട്രക്ഷൻ സൈറ്റ്, ഹൈറ്റ് ടു ബി ലിഫ്റ്റഡ്, ടൈപ്പ് ഓഫ് സിമൻറ്റ്. കാരണം ടൈപ്പ് ഓഫ് സിമൻറ്റ് പറയാൻ കാരണം ഇനീഷ്യൽ സെറ്റിംഗ് ടൈം റിലേറ്റ് ചെയ്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, നമ്മൾ മിക്സിങ് ചെയ്യുന്ന ഏരിയയും അതുപോലെ നമ്മുടെ സൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ നമുക്കറിയാം കോൺക്രീറ്റ് അവിടെ എത്തുന്നത് ലാഗായിരിക്കും. ലാഗായി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പ്ലേസിങ് ആണ്. നമ്മൾ മിക്സ് ചെയ്ത് അതുപോലെ കൺവേ ചെയ്ത് സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ പ്ലേസ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ നോക്കേണ്ടത് കെയർ ചെയ്യണം. അതായത് കെയർ ഷുഡ് ബി ടേക്കൺ നോട്ട് ടു അലൗ സെഗ്രിഗേഷൻ ഓഫ് അഗ്രിഗേറ്റ്. അതുപോലെ തന്നെ അതായത് അതിങ്ങനെ ഒലിച്ചു പോലെ അല്ലെങ്കിൽ വേർതിരിച്ച് നിൽക്കാൻ പാടില്ല അഗ്രിഗേറ്റ്. അതുപോലെ തന്നെ ദ കണ്ടെയ്നേഴ്സ് ഓഫ് ദ ഡ്രം ഷുഡ് ബി ടൈറ്റ് സച്ച് ദാറ്റ് ദർ ഈസ് എ മിനിമം ലോസ് ഓഫ് വാട്ടർ. നമ്മൾ ഏത് കണ്ടെയ്നറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡ്രമ്മിൻ്റെ ടൈറ്റ് ആയിരിക്കണം. ദ മിക്സഡ് കോൺക്രീറ്റ് ഷുഡ് ബി ബ്രോഡ് ടു ദ സൈറ്റ് ബിഫോർ ദ ഇനീഷ്യൽ സെറ്റിംഗ് ഓഫ് ദ സിമൻറ്റ്. അതായത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് മുന്നേ തന്നെ നമ്മൾ മിക്സിംഗ് പ്ലേസിൽ നിന്ന് സൈറ്റിലേക്ക് എത്തിച്ചിരിക്കണം. ഫോർ ഓർഡിനറി സിമ്പിൾ വർക്ക്സ് എ ടെമ്പററി ladder is erected to convey the concrete using baskets, or it is passed from hand to hand or by manual labor. For large and important works, various mechanical devices such as vertical hoisters, lift wells for tall structures, wheelbarrows etc. are used. യൂഷ്വലി നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ വീടുകളൊക്കെ പണിയുമ്പോൾ നമുക്കറിയാം ലേബേഴ്സ് ചട്ടിയിൽ നമ്മുടെ കോൺക്രീറ്റ് ആക്കിയിട്ട് പാസ് ചെയ്ത് പോവാറാണ് പതിവ്. പക്ഷേ നമ്മുടെ വലിയ വലിയ ഹെവി വർക്ക്സിനറിയാം നമ്മൾ കോൺക്രീറ്റ് ലിഫ്റ്റിൻ്റെ മേലെ ആക്കിയിട്ട് അതത് ഫ്ലോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. സോ സ്മോൾ വർക്ക്സിനൊക്കെ നമുക്ക് ലാബേഴ്സ് മതി, അല്ലെങ്കിൽ ലാഡർ യൂസ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി കൊടുക്കാം. ഹെവി വർക്ക്സ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും.
നെക്സ്റ്റ് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഏത് ഏർലി പ്ലേസിങ്ങിൻ്റെ ഏർലി ടൈമിൽ നമ്മൾ ഡൺ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പർപ്പസ് ഓഫ് കോമ്പാക്ഷൻ ഈസ് ടു എക്സ്പെൽ എയർ, അതായത് എയർ ഉണ്ടെങ്കിൽ എന്ത് വോയിഡും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റിനെ നല്ല ഡെൻസ് ആക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യണത്. കോമ്പാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണത് എന്താ, റോഡിങ് ടാമ്പ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഹാമർ ചെയ്തെടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വുഡൻ ഓർ സ്റ്റീൽ ഹാമേഴ്സാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ടാമ്പറിങ് ചെയ്യണത് എന്താ, യൂഷ്വലി സ്ലാബ്സിൻ്റെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. റോഡിങ് ഈസ് ഫോളോഡ് ഫോർ കോമ്പാക്റ്റിംഗ് വെർട്ടിക്കൽ സെക്ഷൻ. ഇൻ ഓൾ കേസസ് ഓഫ് ഹാൻഡ് കോമ്പാക്ഷൻ ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഷുഡ് ബി അഡോപ്റ്റഡ്. നെക്സ്റ്റ് കോമ്പാക്ഷൻ ബൈ മെഷീൻസ് ഈസ് പെർഫോംഡ് യൂസിങ് മെക്കാനിക്കൽ വൈബ്രേറ്റർ. നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നത് മെഷീൻ ആണെങ്കിൽ അതെന്താണ്, മെക്കാനിക്കൽ വൈബ്രേറ്റർ യൂസ് ചെയ്തിട്ടാണ്. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്ത് ചെയ്യാം, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന കോൺക്രീറ്റ് ഭയങ്കര ഡെൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഇംപെർമിയബിൾ ആയിരിക്കും. പിന്നെ എന്താ, ലെസ്സർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 50% റിഡക്ഷൻ, നമുക്കപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അപ്പോൾ അവിടെ സിമെൻറ്റിൻ്റെ യൂസ് നമുക്ക് അറൗണ്ട് 50% കുറയ്ക്കാം. പിന്നെ നല്ല ബോണ്ട് ഉണ്ടാവും, ഒരു സ്റ്റീലും അതുപോലെ കോൺക്രീറ്റും തമ്മിൽ നല്ലൊരു ബോണ്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. അങ്ങനെ അങ്ങനെ നമ്മൾ കോമ്പാക്ട് ചെയ്തെടുത്ത കോൺക്രീറ്റ് ആണെങ്കിൽ. പിന്നെ സർഫസ് ഓഫ് ദ കോൺക്രീറ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അതുപോലെ തന്നെ എന്താ, മിഷ്യൻ കോമ്പാക്ഷൻ ആയതുകൊണ്ട് തന്നെ. പിന്നെന്താ, ഹൈ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ദർ ഈസ് എ പോസിബിൾ ഫോർ ദ റിഡക്ഷൻ ഇൻ ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ്. ക്രീപ്പും അതുപോലെ ഷ്രിങ്കേജ് നമുക്കറിയാം അതിന് വേണ്ടൊരു ഡിഫക്റ്റാണ്, അപ്പോൾ അത് കുറവായിരിക്കും. പിന്നെന്താ, നമ്മുടെ ഓപ്പണിങ്സൊക്കെ ഫില്ല് ചെയ്യും, വോയിഡ്സ് കുറവായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. പിന്നെന്താ, അത് ഫാസ്റ്റ് ആയതുകൊണ്ട് ലെസ് ടൈം ആയിരിക്കും, മെറ്റീരിയൽസ് ലേബേഴ്സിൻ്റെ ആവശ്യം കുറവായിരിക്കും. നെക്സ്റ്റ് ക്യൂറിങ് ഓഫ് കോൺക്രീറ്റ്. നമുക്കറിയാം കോൺക്രീറ്റ് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ ക്യൂർ ചെയ്ത് കൊടുക്കണം എന്നറിയാം. ക്യൂറിങ്ങിൻ്റെ പല മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് ക്യൂറിങ് ആണ്. ഇത് നമ്മൾ വാട്ടർ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സർഫേസിലേക്ക്. ഹൊറിസോണ്ടൽ സർഫേസിലാണ് യൂഷ്വലി അപ്ലൈ ചെയ്യുക. വെർട്ടിക്കൽ സർഫേസ് നമ്മൾ കവേർഡ് മോയിസ്റ്റ് ഗണ്ണി ബാഗ്സോ സ്ട്രോ വെച്ചിട്ടാണ് ക്യൂർ ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് മെംബ്രെയിൻ ക്യൂറിംഗ് ആണ്. മെംബ്രെയിൻ ക്യൂറിങ്ങിൽ ഇൻ ദിസ് മെത്തേഡ് സ്റ്റെപ്സ് ആർ ടേക്കൺ ടു പ്രിവെൻറ്റ് വാട്ടർ ഇവോപ്പറേഷൻ ഫ്രം ദ ഫിനിഷ്ഡ് കോൺക്രീറ്റ് സർഫസ്. ദിസ് ഈസ് ഡൺ ബൈ കവറിംഗ് ദ സർഫസ് വിത്ത് വാട്ടർ പ്രൂഫ് പേപ്പേഴ്സ്, പോളിത്തീൻ പേപ്പേഴ്സ് ഓർ ബൈ സ്പ്രേയിങ് വിത്ത് പാഷനേറ്റഡ് കോമ്പൗണ്ട്സ് ഓർ കവറിങ് വിത്ത് ബിറ്റുമിനസ് ലെയർ ടു ഫോം ആൻ ഇംപെർമിയസ്. അതായത് നമ്മുടെ സർഫസ് നമ്മൾ കവർ ചെയ്യുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേർഡ് സ്റ്റീം ക്യൂറിംഗ് ആണ്. ഇതാണ് നമ്മൾ പ്രീകാസ്റ്റ് കോൺക്രീറ്റിലൊക്കെ യൂഷ്വലി യൂസ് ചെയ്യണത്. ഇത് നമ്മളൊരു വാം ആൻഡ് ഡാം അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ പ്രീകാസ്റ്റ് യൂണിറ്റ് വെച്ച് കൊടുക്കണം, ഒരു സ്റ്റീം ചേമ്പറിൻ്റെ. നെക്സ്റ്റ് സർഫസ് അപ്ലിക്കേഷൻ ബൈ കെമിക്കൽസ്, അതായത് ഏത് കാൽസ്യം ക്ലോറൈഡ് നമ്മൾ ഏത് ലെയർ ഓഫ് ഫിനിഷ്ഡ് കോൺക്രീറ്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ക്യൂറിംഗ് ആണ്. ഇത് സർഫസ് അപ്ലിക്കേഷൻ ബൈ കെമിക്കൽസ് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യും, കെമിക്കൽ എന്ത് ചെയ്യും, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും ആൻഡ് പ്രിവെൻറ്റ്സ് ഇവാപ്രേഷൻ ഓഫ് ദ മോയ്സ്ചർ ഫ്രം ദ കോൺക്രീറ്റ്. അവിടുത്തെ ഇവാപ്രേഷൻ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും. സോ ഇത്രയൊക്കെയാണ് മാനുഫാക്ചർ ഓഫ് കോൺക്രീറ്റിൽ വരുന്നത്.